ഞങ്ങളാണ് ഷാഫിഈയാക്കൾ, ഞങ്ങളാണ് ഇമാം ഷാഫിഈയുടെ ആളുകൾ. ഖബർ കെട്ടിപ്പൊക്കാത്തവരാണ് ഇമാം ഷാഫിഈയുടെ ആളുകൾ. അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യുന്നവരാണ് ഇമാം ഷാഫിഈയുടെ ആളുകൾ. അല്ലാത്തവർക്ക് ഷാഫിഈ ഇമാം പേര് മാത്രമേ ഉള്ളൂ. ഉസ്താദുമാരോട് നിങ്ങൾ ചോദിക്കണം, നമ്മൾ ഷാഫിഈ മദ്ഹബുകാരാണല്ലോ, മദ്ഹബ് ഷാഫിഈ മദ്ഹബിൽ ഇങ്ങനെ കെട്ടിപ്പൊക്കണമെന്നുണ്ടോ? ഇത് അള്ളാഹുവിന്റെ റസൂൽ പൊളിക്കാൻ പറഞ്ഞ ഖബറുകളിൽ പെട്ടതാണെന്ന് ഞാൻ കേട്ടല്ലോ. അങ്ങനെയുണ്ടോ? ഏതെങ്കിലും ഒരു വലിയ ഇബാറത്തെങ്കിലും ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ കിതാബിലുണ്ടോ ഖബർ കെട്ടിപ്പൊക്കാൻ? മദ്ഹബ് പ്രകാരം നിങ്ങളുടെ മസ്ജിദുകളിൽ ഖബർ കെട്ടിപ്പൊക്കാൻ അനുവാദമുണ്ടോ? പരിശോധിക്കൂ, നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കൂ, ഉറപ്പുവരുത്തൂ. ഈ കാര്യം അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. ജനങ്ങളുടെ നിസ്കാരം ബാത്തിലാവാൻ കാരണമാകുന്ന കാര്യമാണ്. പള്ളി കമ്മിറ്റികളുള്ള ആളുകൾ, മസ്ജിദുകൾ നിയന്ത്രിക്കുന്നവർ ഞാൻ പ്രത്യേകമായി പറയട്ടെ, സഹോദരങ്ങൾ, ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങളുടെ മസ്ജിദുകളിൽ കെട്ടിയുയർത്തപ്പെട്ട ജാറങ്ങൾ ഉണ്ടെങ്കിൽ നാട്ടിലുള്ള ആളുകളെ വിളിച്ചു വരുത്തി ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് പൊളിച്ചു നീക്കേണ്ടതാണ്. അത് നിങ്ങൾ അവിടെ എടുത്തു മാറ്റേണ്ടതാണ്. ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഈ പള്ളി കമ്മിറ്റികളിലുള്ളവർക്കുണ്ട്. അലി ബിൻ അബി താലിബ് തന്റെ അമീറിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ച് എന്നെ നിയോഗിച്ച കാര്യം അത് അബുൽ ഹയ്യാജ് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നിന്നെയും ഞാൻ അതിന് നിയോഗിക്കുകയാണ്. അലി, കെട്ടി ഉയർത്തപ്പെട്ട ഏതെല്ലാം ഖബറുകളുണ്ടോ ആ ഖബറുകളെല്ലാം നിരപ്പാക്കാതെ വിടാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കാൻ പാടില്ല, മസ്ജിദ് അല്ലാത്ത കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ഖബർ ഒരു ചാണിനപ്പുറം ഉയർത്തി വെക്കാൻ പാടില്ല. ഇത് മൂന്നും ഇസ്ലാം വിലക്കിയ, ശക്തമായി വിലക്കിയ കാര്യമാണ്. അൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഉമറാക്കളുടെ നിർദ്ദേശപ്രകാരം ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരാ പറയുന്നത്? ശാഫിഈ റഹിമഹുല്ലാഹ്.